Good afternoon, students. Welcome to today's class. Today we are discussing about the fourth module, that is digital transmission system. So, digital transmission system discuss ചെയ്യുമ്പോൾ നമുക്കത് ബേസിക്സ്, അതായത് ഒരു ബേസിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഡിജിറ്റൽ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൽ ബേസിക് വർക്കിംഗ് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ, now individual components like optical source, optical fiber transmission medium, optical detector and its associated receiver can be put together to form a complete optical fiber transmission link. The transmission system can be analog or digital. Okay, now ഇതെന്താ പറഞ്ഞത്, നമുക്ക് മെയിൻ ആയിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വേണ്ടത് ഒരു ട്രാൻസ്മിറ്റർ, ഒരു റിസീവർ ആൻഡ് ആൾസോ എ ചാനൽ അല്ലെ. അപ്പൊ ഇവിടെ ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ ആകുമ്പോൾ ഒപ്റ്റിക്കൽ സോഴ്സ്, ഓക്കെ, ഒരു ട്രാൻസ്മിറ്ററിന്റെ അവിടെ സോഴ്സ് അത്യാവശ്യമാണ്. ദാറ്റ് ഇസ് LED ആൻഡ് അവലാഞ്ചെ ഫോട്ടോ ഡയോഡ്. അങ്ങനെ നമുക്ക് രണ്ട് LED ആൻഡ് ലേസർ ഡയോഡ്, അങ്ങനെ നമ്മൾ രണ്ട് ഡയോഡ് ഇവിടെ ഒപ്റ്റിക്കൽ സിഗ്നലിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സോഴ്സസ് വേണം. ദാറ്റ് ഈസ് ഒപ്റ്റിക്കൽ സോഴ്സ്. LED നമ്മൾ അതുപോലെ തന്നെ എന്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു, ലേസർ ഡയോഡിനെ കുറിച്ച് പഠിച്ചത്. ദെൻ നെക്സ്റ്റ് ഒപ്റ്റിക്കൽ ഫൈബർ ട്രാൻസ്മിഷൻ ചാനൽ. ഇവിടെ ട്രാൻസ്മിഷൻ മീഡിയം ഒപ്റ്റിക്കൽ ഫൈബർ തന്നെയാണ്. ആൻഡ് ആൾസോ അറ്റ് ദ റിസീവർ സൈഡ് വി ഹാവ് ഫോട്ടോ ഡിറ്റക്ടർ. അപ്പോൾ ഫോട്ടോ ഡിറ്റക്ടർ ഉണ്ട്, ഫോട്ടോ ഡിറ്റക്ടർ, അവലാഞ്ചെ ഫോട്ടോ ഡിറ്റക്ടർ ആൻഡ് ആൾസോ പിൻ ഫോട്ടോ ഡിറ്റക്ടർ, PN ഫോട്ടോ ഡിറ്റക്ടർ, അങ്ങനെ നമ്മൾ ഫോട്ടോ ഡിറ്റക്ടേഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് മൂന്നാണ് മെയിൻ സാധനം. പിന്നെ അതിന് ബന്ധപ്പെട്ട അസോസിയേറ്റ് ചെയ്ത സംഭവങ്ങളെല്ലാം കൂടി കൂടിയിട്ടുള്ളതാണ് നമ്മുടെ ഒരു ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ ലിങ്ക്. ഓക്കെ, ഇനി ഈ ട്രാൻസ്മിഷൻ സിസ്റ്റം ഒന്നെങ്കിൽ അനലോഗ് ആവാം, ഡിജിറ്റൽ ആവാം. അത് ആ മീഡിയം, ആ ഒരു അതിൽ യൂസ് ചെയ്യുന്ന സിസ്റ്റത്തിനനുസരിച്ചിരിക്കും. ദ ട്രാൻസ്മിഷൻ സിസ്റ്റം പ്രൊവൈഡ് സുപ്പീരിയർ ഡിജിറ്റൽ ട്രാൻസ്മിഷൻ സിസ്റ്റം ആണ് മോർ സുപ്പീരിയർ ഓവർ അനലോഗ് ട്രാൻസ്മിഷൻ സിസ്റ്റം. ഓക്കെ, ബിക്കോസ് സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ഇസ് ഹൈ ഇൻ ഡിജിറ്റൽ സിഗ്നൽ ട്രാൻസ്മിഷൻ സിസ്റ്റം. കാരണം ഡിജിറ്റൽ സിഗ്നൽസ് ആകുമ്പോൾ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാനും പ്രോസസ് ചെയ്യാനും ഒക്കെ അത് വൺസ് ആൻഡ് സീറോസ് ആണ്. അപ്പോൾ എല്ലാം ഭയങ്കര ഈസിയാണ്. സോ അനലോഗ് കൺസിഡർ ചെയ്യുമ്പോൾ ഡിജിറ്റൽ ട്രാൻസ്മിഷൻ സിസ്റ്റം ആണ് കൂടുതൽ SNR തരുന്നത്, അതായത് സിഗ്നൽ ടു നോയ്സ് റേഷ്യോ തരുന്നത്. ഓക്കെ, digital. Okay, then analog signal is first converted into digital pulses by pulse code modulation after performing sampling and quantization. Okay, അപ്പോൾ നമ്മൾ പറഞ്ഞു ഡിജിറ്റൽ മോഡുലേഷനിലേറെ നമുക്ക് SNR ഇൻക്രീസ് ചെയ്യുന്നതും, ഓക്കെ, SNRും അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട് SNRും അതുപോലെ. ഓക്കെ, സിസ്റ്റം ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് ഒപ്റ്റിക്കൽ സോഴ്സ് എങ്ങനെ ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ കോമ്പാക്റ്റബിലിറ്റി വിത്ത് ഡിജിറ്റൽ കമ്പ്യൂട്ടിംഗ് ആൻഡ് സ്റ്റോറേജ് ടെക്നിക്സ്. ഈ കോമ്പാക്റ്റബിലിറ്റിയും അതുപോലെ തന്നെ SNR ഡിപ്പെൻഡൻസും അതുപോലെ തന്നെ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസും ഒക്കെ നോക്കുമ്പോൾ നമുക്ക് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആണ് മോർ അഡ്വാൻറ്റേജസ് ഓർ മോർ സുപ്പീരിയർ വെൻ വി ആർ കമ്പയറിംഗ് ബോത്ത് ഡിജിറ്റൽ അനലോഗ് സിസ്റ്റം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത്, ഈ ഒരു നമ്മൾ പറഞ്ഞു നമ്മൾ വേൾഡിൽ എന്ത് നടക്കണമെങ്കിൽ ദാറ്റ് ഈസ് ഇൻ അനലോഗ് ഇൻ നേച്ചർ അല്ലേ. അതായത് കണ്ടിന്യൂസ് ടൈമിന്റെ വേരിയേഷനിലാണ് നമ്മുടെ ഓരോ പ്രോസസ് നടക്കുന്നത്. സോ അവർ signal or all the information analog in nature. So first we want to convert the analog signal to digital signal. Analog signal digital signal ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അതിന് ആദ്യം നമ്മൾ പെർഫോം ചെയ്യുന്ന സാമ്പിളിംഗ് ആൻഡ് ക്വാണ്ടൈസേഷൻ ആണ്. ഓക്കെ, നമുക്കറിയാം സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ ഓരോ ടൈം ഇന്റർവെലിൽ സാമ്പിൾസ് എടുക്കുന്നു, എന്നിട്ട് ക്വാണ്ടൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ആംപ്ലിറ്റ്യൂഡ് ഒക്കെ ഒരുമിച്ചാക്കാനും വേണ്ടി അങ്ങനെ ക്വാണ്ടൈസേഷൻ പ്രൊസീജിയർ ചെയ്യുന്നു, ക്വാണ്ടൈസ്ഡ് ആക്കുന്നു ആ സാമ്പിൾസിനെ. ദെൻ നെക്സ്റ്റ് പൾസ് കോഡ് മോഡുലേഷൻ വഴി അതിനെ മോഡുലേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ analog to digital communication ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രൊസീജിയേഴ്സ്. ഓക്കെ, ദ ഡിജിറ്റൽ ഡാറ്റ ഇൻ ദ ഫോം ഓഫ് പൾസസ് ഈസ് ലൈൻ കോഡഡ് വിത്ത് എനി ഓഫ് ദ ടെക്നിക്സ് സച്ച് ആസ് റിട്ടേൺ ടു സീറോ, നോൺ റിട്ടേൺ സീറോ ഓർ ഫേസ് എൻകോഡിംഗ്. ഓക്കെ, ഓക്കെ, ലൈൻ കോഡിങ് ചെയ്യും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ചെയ്യുന്നത്, അതായത് നമ്മളൊരു അനലോഗ് സിഗ്നൽ വന്നു, അനലോഗ് സിഗ്നൽ നമ്മൾ സാമ്പിളിംഗ് ആൻഡ് ക്വാണ്ടൈസേഷൻ ചെയ്ത് കഴിഞ്ഞ് അതിനെ പൾസ് കോഡ് മോഡുലേഷൻ, ഒരു മോഡുലേഷൻ വഴിയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുക. വാട്ട് ഈസ് മോഡുലേഷൻ? മോഡുലേഷൻ എന്ന് പറയുമ്പോൾ ഇൻഫോർമേഷന് എന്ത് ചെയ്യുക, ഒരു കരിയർ ഉണ്ടാവും. മോഡുലേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഹയർ ഡിസ്റ്റൻസിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാം, അതിനൊന്ന് മോഡുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ബേസ് ബാൻഡ് സിഗ്നൽ എന്നാണ് അൺമോഡുലേറ്റഡ് സിഗ്നൽ എന്ന് പറയാം. അതായത് നോർമൽ ഇൻഫോർമേഷൻ കണ്ടന്റ്. ഈ നോർമൽ ഇൻഫോർമേഷൻ കണ്ടന്റ് തന്നെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം ലോങ്ങർ ഡിസ്റ്റൻസിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ഇൻഫോർമേഷൻസ് ലോസ് ആവും. സോ അതിന്റെ ഇന്റൻസിറ്റി നമുക്ക് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ അതിന്റെ സ്ട്രെങ്ത് കൂട്ടാനും വേണ്ടി നമ്മൾ ഒരു കരിയറിനായിട്ട് മോഡുലേഷൻ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെയാണ് മോഡുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഈ കരിയറിന്റെ ഫ്രീക്വൻസി ആൻഡ് ആംപ്ലിറ്റ്യൂഡിനനുസരിച്ച് നമ്മുടെ
കരിയറിന്റെ ഫ്രീക്വൻസി ആംപ്ലിറ്റ്യൂഡ് ഒക്കെ കോൺസ്റ്റന്റ് ആവും. അപ്പോൾ കരിയറിന്റെ ഫ്രീക്വൻസി നമ്മൾ ഇൻപുട്ട് സിഗ്നലിനനുസരിച്ച് ചേഞ്ച് ചെയ്ത് മോഡുലേറ്റ് ചെയ്തിട്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ടായിരുന്ന ഒരു സൈൻ വേവും ഒരു കരിയറൊക്കെ ആയിട്ട്. ഓക്കെ, എന്നിട്ട് അവർ രണ്ടും കൂടി മോഡുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താന്ന് വെച്ചാൽ, അപ്പോൾ ഈ അങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്തു, പൾസ് കോഡ് മോഡുലേഷൻ അവിടെ യൂസ് ചെയ്യുന്നത്. കാരണം പൾസസ് ഫോമിലാണ്. സോ ഡിജിറ്റൽ ഫോമിലായതുകൊണ്ട് പൾസ് കോഡ് മോഡുലേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഈ ഡിജിറ്റൽ ഡാറ്റ പൾസസ് ആയിട്ടാണ് ഉണ്ടാവുക. സോ അത് ലൈൻ കോഡഡ് ചെയ്യണം. ഈ ഒരു പൾസ് കോഡ് ചെയ്ത് ട്രാൻസ്മിറ്റ് ചെയ്ത് മോഡുലേറ്റ് ചെയ്തിട്ട് മാഡുലേറ്റ് ചെയ്ത് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ അതിനെ അതുപോലെ ലൈൻ കോഡ് ചെയ്യണം. ലൈൻ കോഡിങ് ഇസ് ആൾസോ എ ടൈപ്പ് ഓഫ് ഡിജിറ്റലൈസ് ചെയ്യുന്ന, അതായത് ഡിജിറ്റലിൽ കറക്റ്റ് ചെയ്യുന്നതാണ് ലൈൻ കോഡിംഗ് എന്ന് പറയാം. സോ ഡിഫറെന്റ് ലൈൻ കോഡിംഗ് ടെക്നിക്സ് ഉണ്ട്. ദാറ്റ് ഈസ് റിട്ടേൺ ടു സീറോ. റിട്ടേൺ ടു സീറോ എന്ന ഒരു ഇൻപുട്ട് സീറോന്ന് തുടങ്ങി സീറോയിലോട്ട് തന്നെ വരിക. ഓക്കെ, സ്ക്വയർ ഫോമിലോട്ട് റിട്ടേൺ ടു സീറോ എന്ന് പറയുന്നതാണ് ഒരു മെത്തേഡ്. ദെൻ നോൺ റിട്ടേൺ ടു സീറോ എന്ന സീറോയിൽ റിട്ടേൺ ചെയ്യാതെ താഴേക്ക് ഇങ്ങനെ പോയി, അതായത് സീറോന്റെ താഴേക്കും ഇൻഫർമേഷൻ പോകുന്ന നോൺ റിട്ടേൺ ടു സീറോ. ആൻഡ് ഫേസ് എൻകോഡിംഗ്, ഈ ലീനിയർ ലൈൻ കോഡ് ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് അതിനെ ലൈൻ കോഡിങ് ചെയ്യുന്നു. ഓക്കെ, ഈ ഡിജിറ്റൽ ഡാറ്റനെ. Then line coding improves security and helps in the precise extraction of timing of the signal. Okay, ഈ ലൈൻ കോഡിംഗ് ആണ് നമ്മൾ സിങ്ക്രണൈസേഷൻ എന്നൊക്കെ പറഞ്ഞ പോലെ ആ ഒരു ഇത് ചെയ്യുന്നത്. ഈ ലൈൻ കോഡിംഗ് ആണ് നമുക്ക് സെക്യൂരിറ്റി കൂട്ടും. അതുപോലെ തന്നെ പ്രിസൈസ് എക്സ്ട്രാക്ഷൻ ടൈമിങ്ങിൽ നമ്മളിപ്പോൾ നാളെ ഒരു ഫിഗർ കണ്ടിരുന്നു. നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ഇൻഫർമേഷനിൽ കുറച്ച് വേരിയേഷൻസ് വരും. അപ്പോൾ അതിന്റെ ടൈമിങ്, അതുപോലെ ക്ലോക്ക് സിഗ്നൽ ജനറേറ്റ് ചെയ്യാൻ അതിന്റെ ടൈമിങ് റെഡിയാക്കുന്ന പ്രോസസ്സും കൂടി ലൈൻ കോഡിംഗ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. കാരണം ലൈൻ കോഡിംഗ് നമുക്ക് ഒരു സ്ക്വയർ പോലെ അത് ചെയ്യുന്നതാണ്. അതായത് അപ്പോൾ നമ്മൾ ടൈമിങ് നമുക്ക് എന്ത് ചെയ്യാം, പ്രിസൈസ് ആക്കാനും വേണ്ടി, അതുപോലെ തന്നെ സെക്യൂരിറ്റി ഇംപ്രൂവ് ചെയ്യാനും വേണ്ടി, അതായത് ഇൻഫർമേഷൻ മോർ സെക്യൂർഡ് ആക്കാനും വേണ്ടിയാണ് ലൈൻ കോഡിംഗ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ലൈൻ കോഡഡ് ഡാറ്റ. ഇനി ലൈൻ കോഡ് ചെയ്ത് സെക്യൂർഡ് ആക്കി അതുപോലെ ടൈമിംഗ് സിഗ്നൽ ഒക്കെ കറക്റ്റ് ആക്കി ദാറ്റ് ഡാറ്റ ഇസ് ദെൻ മോഡുലേറ്റഡ്. ഓക്കെ, എന്നിട്ട് അത് മോഡുലേറ്റ് ചെയ്യുന്നു. ഔട്ട്പുട്ട് ഓഫ് ദ മോഡുലേറ്റർ ഓപ്പറേറ്റ് ദ ഒപ്റ്റിക്കൽ ആൻഡ് ഔട്ട്പുട്ട് ഓഫ് ദ മോഡുലേറ്റർ ഓപ്പറേറ്റ്സ് ദ ഒപ്റ്റിക്കൽ സോഴ്സ് ആൻഡ് ദ റിസൾട്ടിങ് സിഗ്നൽ ലോഞ്ച് ഇൻടു ഒപ്റ്റിക്കൽ ഫൈബർ. അങ്ങനെ മോഡുലേറ്റർ ഒക്കെ ചെയ്ത് കഴിഞ്ഞ്, ഓക്കെ, അതിനെ സാമ്പിൾ ചെയ്തു, അങ്ങനെ മോഡുലേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ലൈൻ കോഡിംഗ് ഒക്കെ ചെയ്ത് അതിനെ ട്രാൻസ്മിറ്റ് ചെയ്തു. അപ്പോൾ ഈ മോഡുലേറ്റ് ചെയ്ത സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യാതെ ഈ മോഡുലേറ്റ് ചെയ്തു. ഇപ്പൊ സിഗ്നലിനെ നമ്മൾ മോഡുലേറ്റ് ചെയ്ത ഡിജിറ്റൽ ഫോമിലുണ്ട്, അനലോഗ് സിഗ്നലിനെ ക്വാണ്ടൈസ് ചെയ്ത് സാമ്പിൾ ചെയ്ത് മോഡുലേറ്റ് ചെയ്ത് ഈ ഡിജിറ്റൽ ഡാറ്റയെ നമ്മൾ എവിടേക്ക് കൊടുക്കുന്നു, ഒപ്റ്റിക്കൽ സോഴ്സിലോട്ട് കൊടുക്കുന്നു. ഓക്കെ, ഈ ഒപ്റ്റിക്കൽ സോഴ്സ് പറഞ്ഞാൽ നമ്മുടെ LED ഒക്കെ. അപ്പോൾ LED-ലൊക്കെ എന്താ ചെയ്യുന്നത്, ഇലക്ട്രിക്കൽ സിഗ്നൽ LED-യിൽ ചെയ്യുന്ന പ്രോസസ് ആണ് ഇവിടെ നമ്മൾ നെക്സ്റ്റ് കാണാൻ പോകുന്നത്. സോ LED-ലോട്ട് ഇലക്ട്രിക്കൽ സിഗ്നലിനെ കൊടുക്കുന്നു. LED കറസ്പോണ്ടിങ് എന്ത് ഒപ്റ്റിക്കൽ സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇലക്ട്രിക്കൽ ടു ഒപ്റ്റിക്കൽ കൺവേർഷൻ. ഇപ്പോൾ ഒപ്റ്റിക്കൽ ഫോമിലായി ഈ റിസൾട്ടിങ് ഒപ്റ്റിക്കൽ സിഗ്നൽസിനെ എന്ത് ചെയ്യും, ഒരു ഒപ്റ്റിക്കൽ ഫൈബറിലോട്ട് ലോഞ്ച് ചെയ്യുന്നു. ഇപ്പോൾ അത് ചാനലിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്തു. Okay, then at the receiver and the optical detector convert the receiver optical signal to the electrical signal which is amplified, decoded and demodulated to get back the original transmitted signal. ഇനി at the receiver side ഈ ഒപ്റ്റിക്കൽ സിഗ്നൽസിനെ കറസ്പോണ്ടിങ് ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിട്ട് ഫോട്ടോ ഡിറ്റക്ടേഴ്സ് വഴി നമുക്ക് ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിട്ട് കിട്ടുന്നു. ഇലക്ട്രിക്കൽ സിഗ്നലിനെ ആംപ്ലിഫയറിലോട്ട് കൊടുത്ത് ആംപ്ലിഫൈ ചെയ്ത് അതിനെ ഡീകോഡ് ചെയ്ത്, അതായത് നമ്മൾ അവിടെ കോഡിങ് ചെയ്യുന്നുണ്ട് അല്ലെ, ലൈൻ കോഡിങ് ചെയ്യുന്നുണ്ട്, കറസ്പോണ്ടിങ് ഡീകോഡ് ചെയ്തിട്ട് അതുപോലെ ഡീമോഡുലേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യും, ബാക്ക് ടു ഒറിജിനൽ ട്രാൻസ്മിറ്റഡ് ഡാറ്റ നമുക്ക് തിരിച്ചു കിട്ടും. ഓക്കെ, അങ്ങനെയാണ് ഒറിജിനൽ ട്രാൻസ്മിറ്റഡ് ഡാറ്റ കിട്ടുന്നത്. ഇതാണ് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷനിൽ നടക്കുന്ന സിസ്റ്റം. ട്രാൻസ്മിഷൻ മൊത്തമായിട്ട് ഒരു ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ നടക്കുന്ന പ്രോസസ്സ്. ഓക്കെ, ഫോർ എ ഡിജിറ്റൽ സിസ്റ്റം ദ ടോട്ടൽ സിസ്റ്റം റൈസ് ടൈം should not exceed 70% of bit interval for non-return to zero data or 35% of bit interval for return to zero data. അപ്പോൾ നമ്മൾ പറഞ്ഞു ലൈൻ കോഡിങ് ചെയ്യുന്നുണ്ട്, കറസ്പോണ്ടിങ് അവിടെ ഡീകോഡറും ചെയ്യുന്നുണ്ട്. എൻകോഡ് ചെയ്താൽ ഡീകോഡ് ചെയ്യണം. സേ ലൈൻ കോഡർ നമുക്ക് പല രീതി ചെയ്യാം. നോൺ റിട്ടേൺ ടു സീറോ, റിട്ടേൺ ടു സീറോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു ലൈൻ കോഡിങ് എങ്ങനെ ചെയ്യുന്നത് അതിന്റെ റൈസ് ടൈം എന്താവണം, ഈ ലൈൻ കോഡിങ് ചെയ്യുമ്പോൾ റൈസ് ടൈം ഉണ്ടാവും, ഫോൾ ടൈം ഉണ്ടാവും. റൈസ് ടൈം എന്ന് പറയുമ്പോൾ ആ ഒരു ബിറ്റ് 1 പോകാനുള്ള ടൈം, ഫോൾ ടൈം പറയുമ്പോൾ താഴോട്ട്, അതായത് 0 വരാനുള്ള ടൈം. സോ ഇതിന്റെ റൈസ് ടൈം നോൺ റിട്ടേൺ ടു സീറോ ആണെങ്കിൽ 70% ഓഫ് ദ ബിറ്റ് ഇന്റർവെൽ ആണ് അതിന്റെ റൈസ് ടൈം. ഷുഡ് നോട്ട് എക്സീഡ് 70%, ബിറ്റ് ഇന്റർവെലിന് 70% എക്സീഡ് ചെയ്യാൻ പാടില്ല. എന്നാൽ റിട്ടേൺ ടു സീറോ ആണ്. ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, നോൺ റിട്ടേൺ ടു സീറോ പറയുമ്പോൾ സീറോക്ക് റിട്ടേൺ ചെയ്യാതെ പോകാം. റിട്ടേൺ ടു സീറോയിലാണെങ്കിൽ 35% ഓഫ് ദ ഇന്റർവെല്ലിൽ എക്സീഡ് ചെയ്യാൻ പാടില്ല. അങ്ങനെയാണ് നമ്മുടെ റൈസ് ടൈം ഇവിടെ സിസ്റ്റത്തിന്റെ ഡിജിറ്റൽ സിഗ്നൽ സിസ്റ്റത്തിന്റെ ടോട്ടൽ
സിസ്റ്റം ടോട്ടൽ സിസ്റ്റം റൈസ് ടൈം ന്റെ ഒരു ഡ്യൂറേഷൻ, അതായത് ടോട്ടൽ സിസ്റ്റം റൈസ് ടൈം 70% കൂടാൻ പാടില്ല ഫോർ നോൺ റിട്ടേൺ ടു സീറോ ആൻഡ് 35% കൂടാൻ പാടില്ല ഫോർ റിട്ടേൺ ടു സീറോ. ഓക്കെ, സോ ഫോർ ഗുഡ് റിസപ്ഷൻ സിസ്റ്റം റൈസ് ടൈം, ഓക്കെ, അപ്പോൾ ഒരു റിസപ്ഷൻ സിസ്റ്റത്തിന്, അതായത് നമ്മൾ റിസീവ് ചെയ്യുന്ന റിസീവറിന് ഗുഡ് റിസീവർ ആവണമെങ്കിൽ എന്താവണം, ദ ടി സിസ്റ്റം അതിന്റെ റൈസ് ടൈം, സിസ്റ്റത്തിന്റെ റൈസ് ടൈം വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.7 ഇൻറ്റു പൾസ് വിഡ്ത്ത്. പൾസ് വിഡ്ത്തിന്റെ 0.7 ഇൻറ്റു പൾസ് വിഡ്ത്ത് ആണ്. സോ ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ഉണ്ടാക്കി. അപ്പോൾ പൾസ് വിഡ്ത്തിന്റെ 0.7 ഇൻറ്റു പൾസ് വിഡ്ത്ത് എന്നുള്ള രീതിയിലും ആവണം അതിന്റെ റൈസ് ടൈം. ഇനി പൾസ് വിഡ്ത്ത് രണ്ട്, നോൺ റിട്ടേൺ ടു സീറോ ആൻഡ് റിട്ടേൺ ടു സീറോ, പൾസ് വിഡ്ത്ത് എങ്ങനെ ചേഞ്ച് ചെയ്യുന്നതെന്ന് വെച്ചാൽ പൾസ് വിഡ്ത്ത് ഇസ് ഈക്വൽ ടു 1 ബൈ ബിറ്റ് റേറ്റ് ആണ് ഫോർ ഇൻ കേസ് ഓഫ് നോൺ റിട്ടേൺ ടു സീറോ. റിട്ടേൺ ടു സീറോന്റെ കേസിൽ പൾസ് വിഡ്ത്ത് ഇസ് ഈക്വൽ ടു 1/2 ബിറ്റ് റേറ്റ്. ഓക്കെ, അങ്ങനെയാണ് രണ്ടിന്റെയും പൾസ് വിഡ്ത്ത് വരുന്നത്. ആ പൾസ് വിഡ്ത്ത് 0.7 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ദാറ്റ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഇസ് ഈക്വൽ ടു സിസ്റ്റം റൈസിംഗ് ടൈം. ഓക്കെ, now the simplest transmission link is a point to point line that has a transmitter on end and the receiver on the other end. Okay, ഇനി simplest very simple ആയിട്ട് നമ്മൾ ഡിജിറ്റൽ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിനെ കുറിച്ച് പറഞ്ഞു. ഇനി വെരി സിമ്പിൾ ട്രാൻസ്മിഷൻ ലിങ്കിനെ കുറിച്ച് നമുക്ക് പറയുന്നത്. ഓക്കെ, ഈ ഒരു ട്രാൻസ്മിഷൻ ലിങ്ക് മെയിൻ ആയിട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ട്രാൻസ്മിഷൻ ലിങ്കാണ് പോയിന്റ് ടു പോയിന്റ്. പോയിന്റ് ടു പോയിന്റ് ഇൻ ദ സെൻസ് ഒരു ട്രാൻസ്മിറ്റർ ഉണ്ടാവും, വേറെ റിസീവർ ഉണ്ടാവും. ഈ ഒരു ട്രാൻസ്മിറ്ററിൽ നിന്ന് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്ത് അവിടെ റിസീവറിൽ എത്തുന്നു. ഓക്കെ, അതാണ് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ട്രാൻസ്മിഷൻ ലിങ്ക്. അപ്പോൾ അതിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള കാര്യമാണ് ഒരു ട്രാൻസ്മിറ്റർ ഉണ്ടാവും ഒരു സൈഡിൽ, അപ്പുറത്തെ റിസീവർ ഉണ്ടാവും. ഓക്കെ, അതിനെ രണ്ടിനും കണക്ട് ചെയ്യാൻ ഒരു കമ്മ്യൂണിക്കേറ്റീവ് മീഡിയം ഉണ്ടാവും. ഓക്കെ, ആ ഒരു ബേസിക് ആയിട്ടുള്ള അതിന്റെ ഫിഗർ ആണ് ഇവിടെ വരയ്ക്കുന്നത്. ഓക്കെ, സോ ബൈനറി ഡാറ്റ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബൈനറി ഡാറ്റ എങ്ങനെ വരുന്നത്, ആദ്യം അനലോഗ് ഡാറ്റ വരും. ഈ അനലോഗ് ഡാറ്റ എന്ത് ചെയ്യും, സാമ്പിളിംഗ് ആൻഡ് ക്വാണ്ടൈസേഷൻ വഴി നമുക്ക് സാമ്പിൾഡ് ഡാറ്റ കിട്ടും. ആ ഒരു ഡാറ്റ ഇങ്ങോട്ട് ലൈൻ കോഡിലോട്ട് പോകും. ഈ ലൈൻ കോഡിൽ നിന്ന് നമുക്ക് ഡിജിറ്റൽ പൾസസ് കിട്ടും. ഈ ഡിജിറ്റൽ പൾസസ് മോഡുലേഷൻ വഴി മോഡുലേറ്റ് ചെയ്യും. ഈ മോഡുലേറ്റ് ചെയ്തത് അപ്പോൾ ഇത്രയാണ്. അപ്പോൾ ഈ ബൈനറി ഡാറ്റ ഇൻപുട്ട് വരുമ്പോൾ ഇതിന്റെ മുന്നേ എന്തുണ്ട്, അനലോഗ് ഡാറ്റ ഇൻപുട്ട് ഉണ്ട്, അതാണ് അനലോഗ് ആണ്. അത് കഴിഞ്ഞിട്ട് സാമ്പിളിംഗ് ആൻഡ് ഹോൾ സർക്യൂട്ടും ക്വാണ്ടൈസേഷനും യൂസ് ചെയ്തിട്ടുള്ള ഔട്ട്പുട്ട് ആണ് ബൈനറി ഡാറ്റ. ഇതിനെ നമ്മൾ ലൈൻ കോഡറിലോട്ട് കൊടുത്ത് നമുക്ക് നോൺ റിട്ടേൺ ടു സീറോ അല്ലെങ്കിൽ റിട്ടേൺ ടു സീറോ ഏതെങ്കിലും ഒരു വേസിൽ കോഡിംഗ് ടെക്നിക്ക് യൂസ് ചെയ്ത് ഇതിനെ കോഡ് ചെയ്യുന്നു. കോഡ് ചെയ്ത് നമുക്ക് ഡിജിറ്റൽ പൾസസ് കിട്ടും. ഈ പൾസസ് നമ്മൾ മോഡുലേറ്റർ വഴി മോഡുലേറ്റ് ചെയ്യുന്നു. സോ മോഡുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് നമുക്ക് ഇവിടെ എത്തും. ഓക്കെ, ഈ ഇലക്ട്രിക്കൽ സിഗ്നല്, ഓക്കെ, ഡിജിറ്റൽ ഡാറ്റ. ഈ ഡിജിറ്റൽ ഡാറ്റ എന്നിട്ട് ഒപ്റ്റിക്കൽ സോഴ്സ് എന്താ ചെയ്യുന്നു, കറസ്പോണ്ടിങ് ഒപ്റ്റിക്കൽ സോഴ്സ് അതിനെ ഒപ്റ്റിക്കൽ സോഴ്സ് ആണ് ഇവിടെ അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട്, അതായത് ഇലക്ട്രിക്കൽ സിഗ്നൽ കറസ്പോണ്ടിങ് ആയിട്ട് ഒപ്റ്റിക്കൽ സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ഒപ്റ്റിക്കൽ സിഗ്നൽ ഇപ്പോൾ ഒപ്റ്റിക്കൽ പൾസസ് നമുക്ക് കിട്ടി, ഇലക്ട്രിക്കൽ സിഗ്നൽ കൺവേർട്ടഡ് ടു ഒപ്റ്റിക്കൽ പൾസസ്. ഈ ഒപ്റ്റിക്കൽ ലൈറ്റ്, ഒപ്റ്റിക്കൽ സിഗ്നൽസ് എങ്ങോട്ട്, ഈ ഒപ്റ്റിക്കൽ ഫൈബർ ലിങ്ക് വഴി, ഓക്കെ, ഫൈബർ ലിങ്ക് വഴി, അതായത് ഒരു മീഡിയം വഴി ട്രാൻസ്മിറ്റ് ചെയ്ത് റിസീവറിൽ എത്തുന്നു. അറ്റ് ദ റിസീവർ സൈഡ് വി ഹാവ് ഒപ്റ്റിക്കൽ ഡിറ്റക്ടർ. ഈ ഒപ്റ്റിക്കൽ ഡിറ്റക്ടർ ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഒപ്റ്റിക്കൽ സിഗ്നലിനെ ഡിറ്റക്ട് ചെയ്ത് കറസ്പോണ്ടിങ് ഇലക്ട്രിക്കൽ സിഗ്നലാക്കി മാറ്റുന്നത്. ഈ ഇലക്ട്രിക്കൽ സിഗ്നലിനെ തന്നെ ഒരു ആംപ്ലിഫയർ വഴി ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഇന്റൻസിറ്റി ഒക്കെ അതിന്റെ സ്ട്രെങ്ത് ഒന്നുകൂടി കൂടുന്നു. അത് എന്നിട്ട് എന്ത് ചെയ്യും, ഈ കോഡറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡീകോഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് അതിനെ ഡീമോഡുലേറ്റ് ചെയ്തുന്നു. എന്നിട്ട് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ടുള്ള ബൈനറി ഡാറ്റ ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ബേസിക് പോയിന്റ് ടു പോയിന്റ് ട്രാൻസ്മിഷൻ സിസ്റ്റത്തിലുള്ളത്. ഓക്കെ, Now next നമുക്ക് പഠിക്കാം ഡിസൈൻ ഓഫ് IMDD സിസ്റ്റം. IMDD സിസ്റ്റത്തിന്റെ ഡിസൈൻ. ഈ വാട്ട് ഈസ് IMDD സിസ്റ്റം, ദാറ്റ് ഈസ് ഇന്റൻസിറ്റി മോഡുലേറ്റഡ് ഡയറക്ട് ഡിറ്റക്ഷൻ സിസ്റ്റം. ഇനി ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷനിൽ ഈ ഇവിടെയുള്ള ഡിസൈൻ ഓഫ് ട്രാൻസ്മിഷൻ സിസ്റ്റം അല്ലേ, ഇവിടുത്തെ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിന് പോയിന്റ് ടു പോയിന്റ് ട്രാൻസ്മിഷൻ സിസ്റ്റം, ഈ ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ ബേസ്ഡ് ട്രാൻസ്മിഷനെ പറയുന്ന പേരാണ് IMDD ട്രാൻസ്മിഷൻ ഓർ IMDD സിസ്റ്റം എന്നാ പറയാം. IMDDന്റെ ഫുള്ള് ഇന്റൻസിറ്റി മോഡുലേറ്റഡ് ഡയറക്ട് ഡിറ്റക്ഷൻ സിസ്റ്റം എന്നാ പറയുന്നത്. ഇങ്ങനെ ഒരു ഇത് പറയാൻ കാരണമുണ്ട്. ഇന്റൻസിറ്റി മോഡുലേറ്റഡ് ഡയറക്ട് ഡിറ്റക്ഷൻ സിസ്റ്റം യൂസ് ചെയ്തിട്ടാണ്, ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ട്രാൻസ്മിഷൻ നടക്കുന്നത്. അപ്പോൾ ഈ ഒരു ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ ട്രാൻസ്മിഷനെ പറയുന്ന പേരാണ് ഇന്റൻസിറ്റി മോഡുലേറ്റഡ് ഡയറക്ട് ഡിറ്റക്ഷൻ സിസ്റ്റം. സോ അതിന്റെ ഡിസൈൻ നമുക്ക് പഠിക്കാം. സോ ആദ്യം നമുക്ക് അതെന്താന്ന് പഠിക്കാം. വാട്ട് ഈസ് IMDD? In intensity modulation, an information carried electrical signal modulate the amplitude of the optical light to be transmitted. That is, the amplitude of output light varies according to the instantaneous value of electrical signal. Okay, hence the name intensity modulation. Okay, ഇപ്പോൾ intensity modulation എന്താ കിട്ടി മനസ്സിലായി. So
ഈ IMDD സിസ്റ്റം എന്നാണ് നമ്മൾ ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിനെ പറയാം. ദാറ്റ് ഇസ് ഇന്റൻസിറ്റി മോഡുലേറ്റഡ് ഡയറക്ട് ഡിറ്റക്ഷൻ സിസ്റ്റം. അതിൽ ഇന്റൻസിറ്റി മോഡുലേറ്റഡ് എങ്ങനെ വന്നത് എന്ന് പറയാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഇവിടുന്ന് വരുന്ന ഇലക്ട്രിക്കൽ സിഗ്നൽ. ഓക്കെ, ഫ്രം ഇലക്ട്രിക്കൽ സിഗ്നലിനെ നമ്മൾ ഒപ്റ്റിക്കൽ സോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ലൈറ്റ് ഇൻഫോർമേഷൻ അതൊരു കോൺസ്റ്റന്റ്, അതൊരു കാരിയർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ ഒരു കാരിയറിനെ, ഈ ഒപ്റ്റിക്കൽ സിഗ്നൽസ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഈ ഒപ്റ്റിക്കൽ സിഗ്നൽ ഈ വരുന്ന ഇലക്ട്രിക്കൽ സിഗ്നലിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഒപ്റ്റിക്കൽ സിഗ്നലും ഈ ഇലക്ട്രിക്കൽ സിഗ്നലുമാണ് മോഡുലേഷൻ സംഭവിക്കുന്നത്. ഓക്കെ, ദിസ് ഒപ്റ്റിക്കൽ സിഗ്നൽ ഈസ് മോഡുലേറ്റഡ് അക്കോർഡിംഗ് ടു ദ ഇൻപുട്ട് സിഗ്നൽ. ഈ ഇൻപുട്ട് സിഗ്നൽ, അതായത് നമ്മുടെ കാരിയർ സിഗ്നൽ ഇസ് മോഡുലേറ്റഡ് അക്കോർഡിംഗ് ടു ഇൻപുട്ട് സിഗ്നൽ എന്ന് പറഞ്ഞ പോലെ ഈ ഒപ്റ്റിക്കൽ സിഗ്നൽ എന്ത് ചെയ്യും, വാരി ചെയ്യും അക്കോർഡിംഗ് ടു ഇൻപുട്ട് സിഗ്നൽ. സോ ഒപ്റ്റിക്കൽ സിഗ്നൽ ഒരു കോൺസ്റ്റന്റ് ഒപ്റ്റിക്കൽ സിഗ്നൽസ് ആവും. ഈ ഒപ്റ്റിക്കൽ സിഗ്നൽ ഈ വരുന്ന ഇലക്ട്രിക്കൽ സിഗ്നലിനായിട്ട് എന്ത് ചെയ്യും, മോഡുലേഷൻ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അതിന് ഈ വരുന്ന ഇൻഫോർമേഷൻ, അതായത് വരുന്ന ഇൻഫോർമേഷന്റെ ഇന്റൻസിറ്റി അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ച് ഈ ഒപ്റ്റിക്കൽ സിഗ്നൽ ചേഞ്ച് ചെയ്യും. ഓക്കെ, സോ അതുകൊണ്ടാണ് അതിന് ഇന്റൻസിറ്റി മോഡുലേറ്റ്. അതിന്റെ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് ചേഞ്ചസ് അക്കോർഡിംഗ് ടു ദ ഇലക്ട്രിക്കൽ സിഗ്നൽ. ഇന്റൻസിറ്റി എന്ന് പറയുമ്പോൾ ആദ്യം ഒരു കോൺസ്റ്റന്റ് ഇന്റൻസിറ്റിയിലാണ് നമ്മുടെ ഒപ്റ്റിക്കൽ സോഴ്സ്, നമ്മുടെ ഒപ്റ്റിക്കൽ സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ ഈ വരുന്ന ഇലക്ട്രിക്കൽ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ച് ഈ ഒപ്റ്റിക്കൽ സിഗ്നലിന്റെ ഇന്റൻസിറ്റി വേരി ചെയ്യും. സോ ഇറ്റ് ഈസ് കാൾഡ് ഇന്റൻസിറ്റി മോഡുലേറ്റഡ്. അതുകൊണ്ടാണ് അതിന് ഇന്റൻസിറ്റി മോഡുലേറ്റഡ് എന്ന് പറയാൻ കാരണം. ഓക്കെ, സോ ഐ വിൽ റീഡ് വൺസ് മോർ. ഈ ഇന്റൻസിറ്റി മോഡുലേഷൻ ആൻഡ് ഇൻഫോർമേഷൻ ക്യാരിങ് ഇലക്ട്രിക്കൽ സിഗ്നലിലാണ് ഇൻഫോർമേഷൻ ഉള്ളത്. ദാറ്റ് മോഡുലേറ്റ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ ഔട്ട്പുട്ട് ലൈറ്റ് ടു ബി ട്രാൻസ്മിറ്റഡ്. അതായത് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഔട്ട്പുട്ട് ലൈറ്റ് ആംപ്ലിറ്റ്യൂഡിനെയാണ്, അല്ലെങ്കിൽ ഈ ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ എന്ന് പറയുമ്പോൾ ഈ ഒരു ഇന്റൻസിറ്റി ഓഫ് ലൈറ്റിനെ ചേഞ്ച് ചെയ്യും. ഓക്കെ, അതായത് ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് ചേഞ്ച് ചെയ്യും അക്കോർഡിംഗ് ടു ദ ഇലക്ട്രിക്കൽ സിഗ്നൽ. ദാറ്റ് ഈസ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ ഔട്ട്പുട്ട് ലൈറ്റ് വേരീസ്. ഔട്ട്പുട്ട് ലൈറ്റിന് സെയിം ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും അത് LED ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുക. ഈ ആംപ്ലിറ്റ്യൂഡ് വാരി ചെയ്യും അക്കോർഡിംഗ് ടു ദ ഇലക്ട്രിക്കൽ സിഗ്നൽ, അക്കോർഡിംഗ് ടു ദ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് ഇലക്ട്രിക് സിഗ്നൽ. ഹെൻസ് ദ നെയിം ഇന്റൻസിറ്റി മോഡുലേഷൻ. ഓക്കെ, ഇനി അതാണ് ഇന്റൻസിറ്റി മോഡുലേറ്റഡ് എന്ന് പറയാൻ കാരണം. ഇനി വാട്ട് ഈസ് ഡയറക്റ്റ് ഡിറ്റക്ഷൻ എന്ന് പറയാൻ കാരണം? That is, as the receiver and modulated light, okay, receiver ഈ ലൈറ്റ് വന്നു, മോഡുലേറ്റ് ചെയ്ത ലൈറ്റ് ആണ് റിസീവ് ചെയ്യുന്നത്, is directly converted into electrical current by a photo detector. That is, receiver provides direct detection. Okay, the combination of these two processes provide an intensity modulation direct detection system. ഓക്കെ, ഇനി ഡയറക്റ്റ് ഡിറ്റക്ഷൻ പറയാൻ കാരണം എന്താ? ഈ മോഡുലേറ്റ് ചെയ്ത നമ്മുടെ മോഡുലേറ്റഡ് ഒപ്റ്റിക്കൽ സിഗ്നലിനെ റിസീവർ സൈഡിൽ ഒരു ഫോട്ടോ ഡിറ്റക്ടർ വഴി അത് എന്ത് ചെയ്യുന്നു, കറസ്പോണ്ടിങ് ഇലക്ട്രിക്കൽ കറണ്ട് ആക്കി മാറ്റുന്നു അല്ലെ. ഈ റിസീവറിൽ ഒരു ഫോട്ടോ ഡിറ്റക്ടർ വഴി ഇലക്ട്രിക്കൽ കറണ്ട് ആക്കി മാറ്റുന്നതാണ്. അപ്പോൾ റിസീവറിൽ ഇവിടെ ഡയറക്റ്റ് ഡിറ്റക്ഷൻ ആണ് നടക്കുന്നത്. സോ ഈ ഒരു ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന് ഇന്റൻസിറ്റി മോഡുലേറ്റഡ് ഡയറക്റ്റ് ഡിറ്റക്ഷൻ സിസ്റ്റം. ഇന്റൻസിറ്റി മോഡുലേറ്റ് ചെയ്യുന്നത് അറ്റ് ദ ട്രാൻസ്മിറ്റർ ആൻഡ് ഡയറക്റ്റ് ഡിറ്റക്ഷൻ നടക്കുന്നത് ഫോട്ടോ ഡിറ്റക്ടർ വഴി അറ്റ് ദ റിസീവർ ആൻഡ് ഡയറക്റ്റ് ഡിറ്റക്ഷൻ ഓഫ് ദിസ് മോഡുലേറ്റഡ് സിഗ്നൽ. ഓക്കെ, അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് ഈ സിസ്റ്റത്തിന് വരാൻ കാരണം. ഓക്കെ, ദിസ് ഇസ് ദ ട്രാൻസ്മിറ്റർ, ദാറ്റ് ഇസ് ഇലക്ട്രിക്കൽ സിഗ്നൽ. ഓക്കെ, ട്രാൻസ്മിറ്റർ എന്ന് പറഞ്ഞിട്ട് ഇലക്ട്രിക്കൽ സിഗ്നൽ വന്നു. ഇതൊരു ഇലക്ട്രോ ഫോട്ടോ കൺവേർഷൻ, അതായത് ഇലക്ട്രിക്കൽ സിഗ്നലിനെ ഫോട്ടോ കൺവേർട്ടറായി LED പാസ് ചെയ്തു. സോ ഇവിടെ ഒപ്റ്റിക്കൽ ഇന്റൻസിറ്റി സിഗ്നൽ കിട്ടി. ഈ ഒപ്റ്റിക്കൽ ഇന്റൻസിറ്റി സിഗ്നൽ എങ്ങനെയാണ് വരുന്നത്? ഇലക്ട്രിക്കൽ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്താ, ഈ ഒപ്റ്റിക്കൽ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് ഇലക്ട്രിക്കൽ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ച് ചേഞ്ച് ചെയ്യും. ദാറ്റ് ഇസ് മോഡുലേഷൻ. അതാണ്. അപ്പൊ ഇവിടെ കാരിയർ ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഈ ഒപ്റ്റിക്കൽ സിഗ്നൽ ആണ്. ഓക്കെ, എന്നിട്ട് ഇതിന് ഔട്ട്പുട്ട് കിട്ടുന്നതാണ് ഇന്റൻസിറ്റി മോഡിഫൈഡ് ആയിട്ടുള്ള സിഗ്നലിന് കിട്ടും. ദാറ്റ് ഇസ് ഒപ്റ്റിക്കൽ ഇന്റൻസിറ്റി സിഗ്നൽ. ഈ സിഗ്നൽ നമ്മളുടെ ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്തു. എന്നിട്ട് റിസീവർ ആൻഡിൽ ഫോട്ടോ ഡിറ്റക്ടർ വഴി ഒപ്റ്റോ ഇലക്ട്രിക്കൽ കൺവേർഷൻ, ഒപ്റ്റിക്കൽ ടു ഇലക്ട്രിക്കൽ കൺവേർഷനിൽ നമുക്കൊരു ഇലക്ട്രിക് കറണ്ട് ഫോം. ദിസ് ഇസ് ഡയറക്റ്റ് ഡിറ്റക്ഷൻ ഹിയർ. ആൻഡ് ദ റിസീവർ നമുക്ക് പിന്നെ ഇലക്ട്രിസിറ്റി സിഗ്നൽ എന്ത് ചെയ്യും, പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, generally LEDs are used as transmitters and photodiodes are as detectors, since they modulate and detect only the intensity of the carrier, not its phase. Okay, LEDs ആണ് നമ്മൾ എന്ത് വരുന്നത്, ട്രാൻസ്മിറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് ആൾസോ ഡിറ്റക്ടർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഫോട്ടോ ഡിറ്റക്ടേഴ്സ് ആണ്. അതെന്താ യൂസ്, കാരണം ഈ ഫോട്ടോ ഡിറ്റക്ടേഴ്സ് ആണ് ഇതിനെ മോഡുലേറ്റ് ചെയ്യുന്നത്, ഡിറ്റക്ട് ചെയ്യുന്നതൊക്കെ. അതിന്റെ ഇന്റൻസിറ്റി ആണ് ഇവിടെ മോഡുലേറ്റ് ചെയ്യുന്നത്. ഇന്റൻസിറ്റി പറയുമ്പോൾ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ ഫോട്ടോ സിഗ്നൽ. ഓക്കെ, ഫോട്ടോൺ സിഗ്നലിന്റെ അല്ലെങ്കിൽ ഒപ്റ്റിക് സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് ആണ് ഇന്റൻസിറ്റി വരെ. ഓക്കെ, അപ്പൊ ഇവിടെ ഇന്റൻസിറ്റികളാണ് വാരി ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് കാൾഡ് ഇന്റൻസിറ്റി മോഡുലേറ്റഡ് ഡയറക്റ്റ് ഡിറ്റക്ഷൻ സിസ്റ്റം.
അത് ഒപ്റ്റിക്കൽ സിസ്റ്റത്തിനെ പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഡിസൈൻ ആണ്. ദാറ്റ് ക്യാൻ ബി ഡിസ്കസ്ഡ് ഇൻ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.